തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗം ശ്രീജയുടെ ആത്മഹത്യയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായി കോൺഗ്രസ്. അതിന് പിന്നാലെ കോൺഗ്രസ് പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നേരത്തെ പുറത്തുവന്നത്. മേഘന മുരളി ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മേഘന, പോലീസ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്താണ്? ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്നാം പ്രതിയാക്കാം, വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന ഉറപ്പ് എന്താണ്? അതിന് പിന്നാലെയാണല്ലോ പ്രതിഷേധം അവസാനിപ്പിച്ചത്. മേഘന. റിജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ശ്രീജയുടെ ആത്മഹത്യയിൽ വലിയ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. അത് ഇന്ന് DCCയുടെ നേതൃത്വത്തിലടക്കം ആര്യനാട് ജംഗ്ഷനിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും വലിയൊരു പ്രതിഷേധം, അത് കുത്തിയിരിപ്പ് പ്രതിഷേധവും അതുപോലെ തന്നെ ഈ മൃതദേഹവുമായി തന്നെ മാർച്ചടക്കം സംഘടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ നേരിടുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ ശ്രീജയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ അത് CPM പ്രാദേശിക ഘടകമാണ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയാണ് എന്നുള്ളതാണ്. കാരണം ഇന്നലെ അടക്കം ഈ ആര്യനാട് ജംഗ്ഷനിൽ വെച്ച് തന്നെ ശ്രീജയ്ക്കെതിരെ വലിയ തരത്തിൽ അത് കോട്ടയ്ക്കകത്തെ കുറുവാ സംഘം എന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ തട്ടിപ്പുകാരിയാണ്, കള്ളിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ CPM പ്രാദേശിക ഘടകം ശ്രീജയ്ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധ സദസ്സടക്കം ഇന്നലെ CPM സംഘടിപ്പിച്ചിരുന്നു. അതിൽ വലിയൊരു മാനസിക സമ്മർദ്ദം ഈ വാർഡ് മെമ്പർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ആത്മഹത്യയ്ക്ക് കാരണം. കൂടാതെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിന്റെയും മകളുടെയും അടക്കം മൊഴിയുണ്ട്. അങ്ങനെ ഈ ഒരു പ്രതിഷേധം തുടർന്നു. അതിനുശേഷം പോലീസിന്റെ ഒരു ഉറപ്പ്, അത് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം ഒന്നാം പ്രതിയാക്കി കേസെടുക്കാമെന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്താണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ട് ഇടപെടുകയാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ, ആരോപണ വിധേയനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കാം എന്നുള്ള ഉറപ്പ് പോലീസിൽ നിന്ന് കിട്ടിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്.